കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡൽഹി അനലൈസ് ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് ഈ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും സുപ്രീം കോടതി ഉപാധികളോടുകൂടി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനുവാദം നൽകുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ ശേഷിപ്പിച്ചിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ BJP 7 സീറ്റിലും ജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദം രാജിവെച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ നേരത്തെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു, ജനങ്ങളുമായിട്ട് സംവദിക്കുകയാണെന്ന് പറഞ്ഞു, അതിനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ ഈ ഒരു മുന്നൊരുക്കം AAP നടത്തിയിട്ടുണ്ട്. അതേസമയം ഈ 10 വർഷം അധികാരത്തിലിരുന്നു, 10 വർഷവും കുറച്ച് ദിവസങ്ങളും അധികാരത്തിലിരുന്നു, അതിൻ്റേതായ ഒരു ഭരണവിരുദ്ധ വികാരം അവർക്ക് നേരിടേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഞാൻ AAPയേക്കാൾ കൂടുതൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നൊരു നേതാവിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടൊരു ടെസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്? ഒരു സംശയമില്ല, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേക്ക് ഓർ ബ്രേക്ക്. അദ്ദേഹം പലപ്പോഴും ഗാന്ധിയുടെ ആശയങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം അഭിനവ ഗാന്ധിയാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഗാന്ധിയുടെ ഒരു വാക്ക് കടമെടുക്കുകയാണെങ്കിൽ, വാചകം കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ്. ആ രീതിയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ഈ തെരഞ്ഞെടുപ്പിലുള്ള സ്റ്റേക്സിന്റെ അപ്പുറം ഞാൻ വളരെ രസകരമായി നോക്കിക്കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ വികസിച്ചു വരുന്നത്. ഇപ്പൊ രാജീവ് തുടക്കത്തിൽ പറയണ്ടായി, ആം ആദ്മി പാർട്ടി ആദ്യമായിട്ട് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP തൂത്തുവാരി. രണ്ടാമത്തെ തവണ 5 സീറ്റ് കുറഞ്ഞിട്ട് അധികാരത്തിൽ വരുന്നതിനുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പും BJP തൂത്തുവാരി. ഈ 2 സമയത്തും വലിയ രീതിയിൽ ഉള്ള ഒരു മോദി ഫാക്ടറിനെ പറ്റിയുള്ള ചർച്ച ഈ 2 തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഡൽഹിയിലുണ്ടായിരുന്നു. വളരെ ശ്രദ്ധേയമായിട്ട് ഇത്തവണ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മോദി ഫാക്ടറിനെ പറ്റിയുള്ള വലിയ ചർച്ച ഇവിടെ ഇല്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേജ്രിവാളിനെതിരെ മനോജ് സൂചിപ്പിച്ചതുപോലെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായിട്ട് ആരംഭിച്ച ഒരു പാർട്ടിക്ക്, ആ പാർട്ടി ഇപ്പോൾ അഴിമതി ആരോപണങ്ങളുടെ എന്താ പറയാ ഒരു മലവെള്ളപ്പാച്ചിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയിൽ അഴിമതി ആരോപണം നേടാത്ത ഒരാളുമില്ല എന്നുള്ള സ്ഥിതിയാണ്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ സ്ഥാനം പോയതിനു ശേഷം വന്നിട്ടുള്ള അതിഷിക്കെതിരായിട്ട് പോലും അഴിമതി ആരോപണങ്ങൾ ഇങ്ങനെ നിരനിരയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഞാനിപ്പോ ഗ്രൗണ്ട് ലെവലിൽ എത്രയോ കാലമായി ഗ്രൗണ്ട് ലെവൽ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് ജീവിതായോധനം നടത്തിയിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഗ്രൗണ്ട് ലെവലിൽ കാണുന്ന വെച്ചാൽ, ഈ അഴിമതി ആരോപണങ്ങൾ എവിടെയും സാധാരണ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. സാധാരണ ജനത്തിൽ നമ്മൾ പ്രത്യക്ഷമായി രാഷ്ട്രീയത്തിൽ ഇടപെടുകയും പ്രത്യക്ഷമായ രാഷ്ട്രീയമായ പക്ഷപാതിത്വം തുറന്നു പറയുകയും ചെയ്യാത്ത ആൾക്കാർക്കിടയിൽ ഈ അഴിമതി ആരോപണങ്ങൾ ഒരു ചർച്ചാ വിഷയമല്ല എന്നുള്ളത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട്, സാധാരണഗതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച അഴിമതി ആരോപണങ്ങൾ എങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്. 1989 വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ അതിഗംഭീരമായ അഴിമതി വിരുദ്ധ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആ പ്രചാരണം നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോ ഈ ഒരു കാര്യങ്ങളുടെ ഒരു സവിശേഷമായ ഒരു സംഭവം ഞാൻ കാണുന്നത്, ഈ കാര്യങ്ങൾ ഗ്രൗണ്ട് ലെവൽ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. പിന്നെ എന്താ ചർച്ച ചെയ്യപ്പെടുന്നത്? രാജീവ്, ഇവിടെ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിക്ക് ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും നേരിടേണ്ടി വരും. അതിനെപ്പറ്റിയുള്ള ഒരുപാട് കുറവുകളെ പറ്റിയിട്ടുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ദേശീയ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അവര് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാം ആയിട്ടുള്ള ഈ ആം ആദ്മി ക്ലിനിക്
ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ക്ലിനിക്കിനെ പറ്റിയിട്ടുള്ള ഒരു അവിടെ വിസിറ്റ് ചെയ്തു. അപ്പൊ അവിടെ ഇവരൊരു 8-10 ക്ലിനിക്ക് വിസിറ്റ് ചെയ്തു. ഇവിടുത്തെ ലോക്കൽ പത്രങ്ങളാണ് വന്നത്. അത് കേരളത്തിലൊക്കെ എത്രമാത്രം കവർ ചെയ്തപ്പെട്ടിരിക്കണം. പക്ഷെ ഇവിടുത്തെ ലോക്കൽ പത്രങ്ങളിൽ വളരെ വ്യാപകമായിട്ട് വന്നൊരു സാധനം. അവിടെ പോയപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്താ വെച്ചാൽ, അവിടുത്തെ ജീവനക്കാർക്ക് ഒരുപാട് പരാതി. ഞങ്ങൾക്ക് വേണ്ട ഇന്ന സംവിധാനം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന മറ്റേ സംവിധാനം കിട്ടുന്നില്ല. പക്ഷെ ഇതിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള സാധാരണ ജനങ്ങൾ ഈ ക്ലിനിക്കിനെ പറ്റിയിട്ട് വലിയ അഭിപ്രായമാണ്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത തരത്തിലുള്ള ചികിത്സ ഇവിടെ കിട്ടുന്നു എന്നുള്ളൊരു സംഭവം. അപ്പൊ ഇങ്ങനൊരു കോൺട്രാസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, ഈ പറഞ്ഞ നമ്മൾ മൂന്നാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ സമാനമായ രീതിയിൽ BJP തൂത്തുവാരി ഈ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിട്ട് സഖ്യം പോലും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അതിനെ കൊണ്ട് അപ്പൊ ഇത് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡൽഹിയിലെ ജനങ്ങള് ഒരു പുതിയ മോഡൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിൽ വോട്ട് ചെയ്യുക, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറെ രീതിയിൽ വോട്ട് ചെയ്യുക. കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കമ്പാരിസൺ പരിശോധിക്കുമ്പോൾ ഈ ഒരു സമാനമായ പ്രവണത കാണും. പക്ഷെ ഇത് തുടങ്ങി വെച്ചത് എനിക്ക് തോന്നുന്നത് 2015 ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് തുടങ്ങി വെച്ചത്. പിന്നെ അത് ബീഹാറിൽ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ നമ്മുടെ ഈ രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും അരിത്മെറ്റിക്കിന്റെയും ഗണിതത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ കണക്കാക്കുന്ന ഒരുപാട് ഘടകങ്ങളെ അപ്രസക്തമാക്കുന്ന ഒരു ജനവികാരത്തിന്റെ അന്തർധാര അത് തുടങ്ങിയതും ഡൽഹിയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ തുടർച്ചയാണ് നമ്മൾ 2025 കാണാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം.